LDC 2024 ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ കാലഗണനാക്രമം ഏതെന്നാണ്. ഓപ്ഷൻ 1 വൈക്കം സത്യാഗ്രഹം, 2 ചാന്നാർ ലഹള, 3 ക്ഷേത്രപ്രവേശന വിളംബരം, 4 മലബാർ കലാപം. ഇതിൽ ആൻസർ വരുന്ന ഓപ്ഷൻ ബി ആണ്. 2, 4, 1, 3. ചാന്നാർ ലഹള, നെക്സ്റ്റ് മലബാർ കലാപം, നെക്സ്റ്റ് വൈക്കം സത്യാഗ്രഹം, ലാസ്റ്റാണ് ക്ഷേത്രപ്രവേശന വിളംബരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ താഴെ കൊടുത്ത പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ കണ്ടെത്തുക. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നത് ക്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ മുദ്രാവാക്യമാണ്. രണ്ടാമത് ജാലിയൻ വാലാബാഗ് ദുരന്തം നടന്ന 1921 ഏപ്രിൽ 13-നാണ്. മൂന്നാമത് 1948 ജനുവരി 20-ന് ഗാന്ധിജിയുടെ നേരെ ഒരു വധശ്രമം നടന്നു. നാലാമത്തത് രണ്ടാം വട്ടമേശ സമ്മേളനം 1931 സെപ്റ്റംബറിൽ ലണ്ടനിൽ വെച്ച് നടന്നു. ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. 1, 3, 4. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നത് ക്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ മുദ്രാവാക്യമാണ്. 1948 ജനുവരി 20-ന് ഗാന്ധിജിയുടെ നേരെ വധശ്രമം നടന്നു. രണ്ടാം വട്ടമേശ സമ്മേളനം 1931 സെപ്റ്റംബറിൽ ലണ്ടനിൽ വെച്ച് നടന്നു. അടുത്ത ക്വസ്റ്റ്യൻ താഴെ കൊടുത്ത പ്രസ്താവനകളിൽ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷനുമായി നാറ്റോ ബന്ധമില്ലാത്തത് ഏത് എന്നതാണ്. 1, 1949-ലാണ് ഇത് സ്ഥാപിതമായത്. 2, ഇതിൻ്റെ ആസ്ഥാനം ജനീവയാണ്. 3, ഇതിൽ അവസാനമായി ചേർന്ന രാജ്യം സ്വീഡനാണ്. 4, റഷ്യ യുക്രൈൻ യുദ്ധത്തിന് കാരണമായത് ഈ സംഘടനയിൽ ചൈനയുടെ അംഗത്വ പ്രവേശനമാണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 2ഉം 4ഉം. ഓപ്ഷൻ ഡി 2ഉം 4ഉം. ഇതിൻ്റെ ആസ്ഥാനം ജനീവയാണ്. റഷ്യ യുക്രൈൻ യുദ്ധത്തിന് കാരണമായത് ഈ സംഘടനയിൽ ചൈനയുടെ അംഗത്വ പ്രവേശനമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ താഴെ കൊടുത്ത ജോഡിയിൽ തെറ്റായ ജോഡി ഏതെന്നാണ് ഉദ്ദേശിക്കുന്നത്. 1 റോബസ്പിയർ ജാക്കോബിൻ ക്ലബ്ബ്, ഏപ്രിൽ തീസിസ് VI ലെനിൻ, സ്പിരിറ്റ് ഓഫ് വോൾട്ടയർ, ലോങ് മാർച്ച് മാവോ സേതു. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. 3 മാത്രം. സ്പിരിറ്റ് ഓഫ് വോൾട്ടയർ. സ്പിരിറ്റ് ഓഫ് ലോ എന്ന് പറയുന്ന വോൾട്ടയറിൻ്റെതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ താഴെ കൊടുത്തവയിൽ ഖാൻ അബ്ദുൽ ഗാഫറുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നു. 1888 ജനുവരി 20-ന് അന്തരിച്ചു. 1987 ഭാരതരത്നം ലഭിച്ചു. ഖുദായി ഖിദ്മത് ഗാർ എന്ന സംഘടന രൂപീകരിച്ചു. ആൻസർ വരുന്ന ഓപ്ഷൻ ഡി ആണ് എല്ലാം. ഖാൻ അബ്ദുൽ ഗാഫർ ഖാനുമായിട്ട് ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത്. 1988 ജനുവരി 20-ന് അദ്ദേഹം അന്തരിച്ചു. 1987 ഭാരതരത്നം ലഭിച്ചു. ഖുദായി ഖിദ്മത് ഗാർ എന്ന സംഘടന രൂപീകരിച്ചത് ഖാൻ അബ്ദുൽ ഗാഫർ ഖാനാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സ്വാതന്ത്ര്യാനന്തരം സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ രൂപീകരിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ശരി ഏത്. 1, ഇത് രൂപീകരിച്ചത് 1953-ലാണ്. ഇത് ഷാ കമ്മീഷൻ എന്ന പേരിലും അറിയപ്പെടുന്നു. ഫസൽ അലി, HN ഖുസ്രു എന്നിവർ ഇതിൽ അംഗങ്ങളായിരുന്നു. ഈ കമ്മീഷൻ്റെ നിർദ്ദേശപ്രകാരം ആദ്യം രൂപീകരിച്ച സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ്. ആൻസർ വരുന്ന ഓപ്ഷൻ ഡി ആണ്. 1, 3, 4. ഇത് രൂപീകരിച്ചത് 1953-ലാണ്. ഫസൽ അലി, HN ഖുസ്രു എന്നിവർ ഇതിൽ അംഗങ്ങളാണ്. ഈ കമ്മീഷൻ്റെ നിർദ്ദേശപ്രകാരം ആദ്യം രൂപീകരിച്ച സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാം. അന്തരീക്ഷത്തിലെ ഏറ്റവും താഴത്തെ പാളി സ്ട്രാറ്റോസ്ഫിയർ എന്നറിയപ്പെടുന്നു. നൈട്രസ് ഓക്സൈഡ് ഒരു ഹരിതഗൃഹ വാതകമാണ്. ഗ്രാനൈറ്റ് ഒരു തരം അവസാദ ശിലകളാണ്. അളകനന്ദ, ഭഗീരഥി എന്നീ നദികൾ ദേവപ്രയാഗിൽ വെച്ച് കൂടിച്ചേരുന്നു. ശരിയായ ആൻസർ ഓപ്ഷൻ ബി ആണ്. 1ഉം 3ഉമാണ് ശരിയായ ആൻസർ. അന്തരീക്ഷത്തിലെ ഏറ്റവും താഴത്തെ പാളി സ്ട്രാറ്റോസ്ഫിയർ എന്നറിയപ്പെടുന്നു. ഗ്രാനൈറ്റ് ഒരു തരം അവസാദ ശിലയാണ്. താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നുള്ള ക്വസ്റ്റ്യനാണ് ചോദിച്ചിരിക്കുന്നത്. അതിൽ തെറ്റായിട്ടുള്ളവയാണ് 1ഉം 3ഉം. ഇതിൽ ശരിയായിട്ടുള്ള ഓപ്ഷൻസ് ആണ് നൈട്രസ് ഓക്സൈഡ് എന്ന് പറയുന്നത് ഹരിതഗൃഹ വാതകമാണ് എന്നുള്ളത് ശരിയാണ്. അടുത്ത അളകനന്ദ, ഭഗീരഥി എന്നീ നദികൾ ദേവപ്രയാഗിൽ വെച്ച് കൂടിച്ചേരുന്നു. ഈ രണ്ട് ഓപ്ഷൻസ് തെറ്റായിട്ടുള്ളതാണ്. ഇതിനകത്ത് ക്വസ്റ്റ്യൻ ചോദിച്ചതും തെറ്റായ
പ്രസ്താവന ഏതെന്നാണ്. അപ്പോൾ വരുന്നത് ആൻസർ ഓപ്ഷൻ 1, 3. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സമുദ്രജല പ്രവാഹം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ വരുന്നത് ഡി, അഗുൽഹാസ് പ്രവാഹം. അഗുൽഹാസ് പ്രവാഹം ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സമുദ്രജല പ്രവാഹമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം ഗ്രീനിച്ച് സമയത്തേക്കാൾ 5.5 മണിക്കൂർ മുന്നിലാണ്. തമിഴ്നാട്ടിലെ കൂടംകുളത്ത് ഒരു ഭൗമതാപോർജ്ജ നിലയം സ്ഥിതി ചെയ്യുന്നു. ഗുജറാത്തിലെ തലസ്ഥാനം അഹമ്മദാബാദാണ്. സത്ലജ് സിന്ധു നദിയുടെ പോഷക നദിയാണ്. ആൻസർ പറയുന്നത് ഓപ്ഷൻ സി ആണ്, 1, 4. ശരിയായ പ്രസ്താവനകളാണ്. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം ഗ്രീനിച്ച് സമയത്തേക്കാൾ 5.5 മണിക്കൂർ മുന്നിലാണ്. നെക്സ്റ്റ് 4ാമത്തെ ഓപ്ഷനായിട്ട് വരുന്നത് സത്ലജ് സിന്ധു നദിയുടെ പോഷക നദിയാണ്. അതാണ് ആൻസർ. അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റുകൾ അറ്റ്ലാന്റിക് മേഖലയിൽ എന്തു പേരിൽ അറിയപ്പെടുന്നു? ആൻസർ വരുന്ന ഓപ്ഷൻ ഡി, ഹരിക്കെയിൻ എന്നറിയപ്പെടുന്നു. ഹരിക്കെയിനെയാണ് ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റ്, അറ്റ്ലാന്റിക്കിലെ ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റിലെ അറിയപ്പെടുന്ന പേരാണ് ഹരിക്കെയിൻ. കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ നീണ്ടു കിടക്കുന്ന ദേശീയ ജലപാത ഏതെന്നാണ് ചോദ്യം. അടുത്ത ക്വസ്റ്റ്യൻ, ആൻസർ NW3. ഇതിപ്പോൾ കോഴിക്കോട്ടേ കൂടെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2024 ലോക പരിസ്ഥിതി ദിനാഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏത്? ആൻസർ ഓപ്ഷൻ ബി ആണ്, സൗദി അറേബ്യ. സൗദി അറേബ്യയാണ് 2024 ലോക പരിസ്ഥിതി ദിനാഘോഷങ്ങൾക്ക് ആതിഥ്യം വഹിച്ച രാജ്യം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിൻ്റെ ഭാഗമല്ലാത്ത പ്രസ്താവന ഏതെന്നാണ്? ആൻസർ വരുന്ന ഓപ്ഷൻ ഡി ആണ്. പ്രസ്താവന 1, 2, 3 ശരിയാണ്. പ്രസ്താവന 4 ശരിയല്ല. 1, 2, 3 ശരിയാണ്, 4 തെറ്റാണ്. ശരിയായിട്ടുള്ള ഓപ്ഷൻസ്: ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കാർഷികോൽപാദനത്തിൽ വൻ വർധനവ് സൃഷ്ടിച്ചു. ഭക്ഷ്യോൽപാദന രംഗത്ത് ഇന്ത്യ സ്വയം പര്യാപ്തത കൈവരിച്ചു. ജലസേചന സൗകര്യങ്ങൾ, അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, രാസവളങ്ങൾ, രാസകീടനാശിനികൾ എന്നിവ വ്യാപകമായി ഉപയോഗിക്കപ്പെട്ടു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗോതമ്പ്, നെല്ല്, ചോളം, പയർ വർഗ്ഗങ്ങൾ എന്നിവ ഇന്ത്യയിലെ പ്രധാന 4 ഭക്ഷ്യവിളകളാണ്. 2022-23 കണക്കുകൾ പ്രകാരം ഇവയുടെ ഉൽപ്പാദനത്തിൻ്റെ തോതനുസരിച്ചുള്ള ശരിയായ സ്ഥാനക്രമം കണ്ടെത്തുക എന്നുള്ളതാണ്. ശരിയായ ആൻസർ ബി ആണ്, ഓപ്ഷൻ ബി ആണ്. 1 ബി. ഒന്നാമത്തെ സ്ഥാനം നെല്ലിനും, രണ്ടാമത്തെ സ്ഥാനം ഗോതമ്പ്, മൂന്നാമത്തെ സ്ഥാനം ചോളം, നാലാമത്തെ സ്ഥാനം പയർ. ഒന്നാമത്തെ സ്ഥാനം നെല്ല്, രണ്ടാമത്തെ സ്ഥാനം ഗോതമ്പ്, മൂന്നാമത്തെ സ്ഥാനം ചോളം, നാലാമത്തെ സ്ഥാനം പയർ വർഗ്ഗങ്ങൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട 2 പ്രസ്താവനകൾ നൽകിയിരിക്കുന്നു. ഇവയെ സംബന്ധിച്ചുള്ള ശരിയായ ഓപ്ഷൻ കണ്ടെത്തുക. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. പ്രസ്താവന 1, 2 ശരിയാണ്. പ്രസ്താവന 1 പറയുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു പ്രധാന പണനയ ഉപാധിയാണ് റിപ്പോ റേറ്റ്. 2024 ഏപ്രിൽ മാസത്തിൽ ചേർന്ന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പണനയ സമിതി റിപ്പോ റേറ്റ് 6.50% നിലനിർത്താൻ തീരുമാനിച്ചു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ സമ്പദ്ഘടനയെ സ്വാധീനിച്ച ചില പ്രധാന നയങ്ങൾ താഴെ നൽകിയിരിക്കുന്നു. കാലഗണനയ്ക്കനുസരിച്ച് ഇവയുടെ ശരിയായ ക്രമം എഴുതുക ഏതെന്നുള്ളതാണ് ചോദ്യം വന്നിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ഡി ആണ്, 2, 4, 1, 3. 2, 4, 1, 3. 2, 4, 1, 3. ആസൂത്രണ കമ്മീഷൻ രൂപീകരണം ഒന്നാമത്തേത്, രണ്ടാമത്തേത് ഭൂപരിഷ്കരണം, മൂന്നാമത്തേത് ബാങ്ക് ദേശസാൽക്കരണം, നാലാമത്തേത് 500, 1000 നോട്ടുകളുടെ നിരോധനം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്, നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ ശ്രദ്ധിച്ച് ശരിയായ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. സാമ്പത്തിക വളർച്ച കൈവരിക്കുക എന്നത് പഞ്ചവത്സര പദ്ധതികളുടെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നായിരുന്നു.
പ്രസ്താവന 2 രാഷ്ട്രത്തിൻ്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് അടിത്തറ പാകിയതും ത്വരിതപ്പെടുത്തിയതുമായ നിരവധി പദ്ധതികൾ 12 പഞ്ചവത്സര പദ്ധതികളിലൂടെ രാജ്യത്ത് നടപ്പിലാക്കി. ആൻസർ ഇതിനകത്ത് നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ ശ്രദ്ധിച്ച് ശരിയായ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക എന്നതാണ് ക്വസ്റ്റ്യൻ. ആൻസർ വരുന്ന ഓപ്ഷൻ എ ആണ്. പ്രസ്താവന 1 ശരിയാണ്. പ്രസ്താവന 1ൻ്റെ വിശദീകരണമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നീതി ആയോഗിൻ്റെ ചില സംരംഭങ്ങളും അവയുടെ ലക്ഷ്യങ്ങളും താഴെ നൽകിയിരിക്കുന്ന ഓരോ സംരംഭത്തിൻ്റെയും ലക്ഷ്യത്തെ സൂചിപ്പിക്കുന്ന ഓപ്ഷനുകൾ കണ്ടെത്തുക എന്നതാണ്. ഇതിൽ ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. 1 അടൽ ഇന്നോവൽ മിഷൻ സംരംഭകത്വം, നവീന ആശയ രൂപീകരണം എന്നിവ ത്വരിതപ്പെടുത്തുക. രണ്ടാമത്തത് 2C ആണ്. 3D ആണ്. 4A ആണ്. മെഥനോൾ സമ്പദ്ഘടന എന്ന എണ്ണ ഇറക്കുമതി ബിൽ കുറയ്ക്കുക എന്നതാണ്. ഇനി സഹകരണ ഫെഡറലിസം സംസ്ഥാനങ്ങളുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക. ശൂന്യ ക്യാമ്പയിൻ എന്ന് പറയുന്നത് ഇലക്ട്രിക് വാഹനങ്ങൾ പ്രോത്സാഹിപ്പിച്ച് വായു മലിനീകരണം കുറയ്ക്കുക എന്നുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 1991 ഇന്ത്യ നടപ്പിലാക്കിയ പുത്തൻ സാമ്പത്തിക നയവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഓപ്ഷൻ ഡി ആണ് വരുന്നത്. പ്രസ്താവന 2, 3 ശരിയാണ്. 2, 3 ശരിയാണ്. 1, 4 തെറ്റ് എന്നുള്ളതാണ്. ഇന്ത്യൻ സമ്പദ്ഘടനയെ ഉദാരവൽക്കരിച്ച് ആഗോള കമ്പോളവുമായി സംയോജിപ്പിക്കുക. പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യവൽക്കരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെക്കുറിച്ചുള്ള ശരിയായ വസ്തുത താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ്? ഡോക്ടർ BR അംബേദ്കർ അധ്യക്ഷൻ. ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകി 7 അംഗങ്ങളെ ഉൾപ്പെടുത്തി രൂപീകരിച്ച കമ്മിറ്റി 1946 ഓഗസ്റ്റ് 29 ഈ സമിതി രൂപീകരിച്ചു. ഓപ്ഷൻ എ ആണ്. 1, 3. ഡോക്ടർ BR അംബേദ്കർ അധ്യക്ഷനായിരുന്നു. 7 അംഗങ്ങളെ ഉൾപ്പെടുത്തി രൂപീകരിച്ച കമ്മിറ്റിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സാമ്പത്തിക വോട്ടവകാശം, മത്സരിക്കാനുള്ള അവകാശം എന്നിവയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ഏറ്റവും അനുയോജ്യമായ വസ്തുതകൾ ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 1, 3. 1. സാർവത്രിക വോട്ടവകാശത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേണം ലോക്സഭ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടത്തേണ്ടതെന്ന് വകുപ്പ് 326 പ്രതിപാദിക്കുന്നു. 1989 61-ാം ഭേദഗതിയിലൂടെ വോട്ടവകാശത്തിനുള്ള പ്രായം 23 നിന്നും 18 കുറച്ചു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. രാജ്യസഭയുടെ പ്രത്യേക അധികാരങ്ങളെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവനകൾ ഏതാണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ. 1, 2. സംസ്ഥാനങ്ങളെ ബാധിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും രാജ്യസഭയുടെ അംഗീകാരത്തിനും പിന്തുണയ്ക്കും വിടണം. സംസ്ഥാന പട്ടികയിലെ വിഷയങ്ങൾ രാജ്യത്തിൻ്റെ പൊതു താൽപര്യം പരിഗണിച്ച് യൂണിയൻ ലിസ്റ്റിലോ കൺകറന്റ് ലിസ്റ്റിലോ മാറ്റണമെങ്കിൽ അതിന് രാജ്യസഭയുടെ അംഗീകാരം വേണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഘടനയെക്കുറിച്ചുള്ള ഉചിതമായ പ്രസ്താവനകൾ ഏതാണ്? ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇപ്പോഴത്തെ കേന്ദ്ര യുവജനകാര്യ കായിക വകുപ്പും കൈകാര്യം ചെയ്യുന്ന ആരാണെന്നാണ് ചോദ്യം. ആൻസർ വരുന്നത് ഓപ്ഷൻ സി, മൻസുഖ് മാണ്ഡവ്യയാണ് ഇപ്പോഴത്തെ യുവജനകാര്യ കായിക വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. ഇന്ത്യയുടെ രാഷ്ട്രപതിയായ ദ്രൗപദി മുർമുവിനെ സംബന്ധിച്ചുള്ള ശരിയായ പ്രസ്താവനകൾ ഇവയിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. 1, 3 ശരി. 1, 3 ശരി. 15ാമത്തെ പ്രസിഡന്റാണ്. 2015 മുതൽ 2021 വരെ ജാർഖണ്ഡ് ഗവർണറായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2023 ഇന്ത്യൻ റിപ്പബ്ലിക് ദിനാഘോഷത്തിലെ മുഖ്യ അതിഥിയായിരുന്ന അബ്ദുൽ ഫത്താഹ്
അൽ സിസി ഏത് രാജ്യത്തെ പ്രസിഡന്റ് ആണെന്നാണ് ആൻസർ വരുന്ന ഓപ്ഷൻ ഡി ആണ്. ഒന്ന് അറബ് റിപ്പബ്ലിക് ഓഫ് ഈജിപ്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്നേഹ സാന്ത്വന പദ്ധതി ആർക്കാണ് നൽകി വരുന്നത്? എ ആണ് സംസ്ഥാനത്തെ എൻഡോസൾഫാൻ ഇരകൾക്കുള്ള പ്രതിമാസ ധനസഹായമാണ് സ്നേഹ സാന്ത്വനം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2012 പോക്സോ നിയമവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏറ്റവും യോജിക്കുന്ന പ്രസ്താവനകൾ ഏതൊക്കെയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സി ഓപ്ഷനാണ് ആൻസർ. 1, 2, 3. പോക്സോ നിയമം വകുപ്പ് 28 അനുസരിച്ച് ഓരോ ജില്ലയിലും ശിശു സൗഹാർദ്ദത്തിന് പ്രാധാന്യം നൽകി പ്രത്യേക കോടതികൾ സ്ഥാപിക്കണം. പോക്സോ നിയമത്തിലെ 27 വകുപ്പ് ലൈംഗിക കുറ്റകൃത്യങ്ങൾക്ക് വിധേയരാകുന്ന കുട്ടികളെ അടിയന്തര വൈദ്യപരിശോധനയ്ക്ക് വിധേയരാക്കണം. പോക്സോ കേസുകളിൽ കുട്ടിയുടെ മൊഴി എടുക്കുമ്പോൾ പോലീസ് ഓഫീസർ ഔദ്യോഗിക വേഷത്തിൽ ആകരുത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാത്സല്യനിധി പദ്ധതിയെ സംബന്ധിക്കുന്ന ഏറ്റവും യോജിക്കുന്ന പ്രസ്താവന ഏതാണ്? 1, 3 എന്നിവയാണ് ശരി. ഓപ്ഷൻ ഡി ആണ് ആൻസർ. 1. പട്ടികജാതി വിഭാഗത്തിൽ ഉൾപ്പെട്ട പെൺകുട്ടികളുടെ സമഗ്ര വികസനത്തിനായി 1 ലക്ഷം വരെ വരുമാന പരിധിയുള്ള മാതാപിതാക്കളുടെ പെൺകുട്ടികൾക്ക് നൽകുന്ന ഇൻഷുറൻസ് അധിഷ്ഠിത സമഗ്ര പദ്ധതിയാണ് വാത്സല്യനിധി പദ്ധതി. പട്ടികജാതി വകുപ്പും ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയും ചേർന്ന് സംയുക്തമായി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഇത്, വാത്സല്യനിധി പദ്ധതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിദ്യാജ്യോതി പദ്ധതിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ഏറ്റവും അനുയോജ്യമായത് ഏതെന്നാണ്? ഓപ്ഷൻ ബി ആണ്. 1, 2. കേരള സാമൂഹ്യ നീതി വകുപ്പ് സാമൂഹ്യ സുരക്ഷാ മിഷൻ മുഖേന നടപ്പിലാക്കിയ പദ്ധതിയാണ്. ഭിന്നശേഷിയുള്ള വിഭാഗത്തിലെ കുട്ടികളുടെ വിദ്യാഭ്യാസപരമായ ഉയർച്ചയിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള പദ്ധതിയാണിത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരള സംസ്ഥാനത്തെ ഇപ്പോഴത്തെ യുവജനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണ്?